ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ പൈസ കൂട്ടി വെച്ച് വാങ്ങിച്ച 4 സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 2 എണ്ണം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 2 സാധനങ്ങളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കവർ മാത്രം പൊട്ടിച്ച് നോക്കി, പക്ഷെ നമ്മൾ ബോക്സ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആവേശം മുത്തിട്ടിരിക്കണം, എന്താണെന്ന് അറിയില്ല. നമ്മൾ 4 എണ്ണം ഓർഡർ ചെയ്തു. നമ്മളിനി ഓർഡർ ചെയ്യാൻ പോണേ ഉള്ളൂ, കാരണം നമുക്കത് എല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് വന്നേ ഉള്ളൂ. പിന്നെ അത് വന്നുണ്ട്, അതിൽ 2 എണ്ണം. ഞാൻ 2 ദിവസം വീട്ടിലില്ലായിരുന്നു, അങ്ങനെ നിന്നെണ്ണം. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അൺബോക്സ് സംഭവം ഒന്നും ഒട്ടും പിടിയില്ല, 4 എണ്ണം ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ചെറുതും ഒരു നീണ്ടയാണ്. കമ്പോൺ ഇത് 2മാണ് കൊറിയർ വന്നേക്കുന്നത്. ഇതൊരു സ്മാൾ ബോക്സും അത്യാവശ്യം ഇതിലും നീണ്ടയാണ്. ബസ് ഇത് തുറന്നു നീണ്ട. ഞാനപ്പം നീണ്ടത് തുറക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി കവർ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് തോന്നി വയ്ക്കാം. ബോക്സ് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കാരണം കവർ മാത്രം പോയി. ഇത് കണ്ടോ, ഇത് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത്യാവശ്യം ഉറപ്പില്ലാത്തൊരു ബോക്സ്, ഒട്ടും ഉറപ്പില്ല. സെലോട്ടെ ഇപ്പോൾ ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, തുറന്നു നോക്കാം. നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഓപ്പൺ എനിക്ക് പേടിയായിട്ട്. ഇത് മറ്റൊരു സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിലുണ്ട് ഒരു കാർഡാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല, കാലി ഇന്നത്തെ എടുക്കാം. നമ്മുടെ ആ സംഭവം എടുക്കാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ആദ്യമേ ഓർഡർ ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്, അതൊക്കെ റിമൂവ് ചെയ്ത് നോക്കാം. ഇതാണ് സാധനം, ടേപ്പാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ക്യൂട്ട് ടേപ്പ് അടിച്ച് നോക്കിയപ്പോൾ കിട്ടിയായിരുന്നു. ഇത് ഓരോന്നും പപ്പിയുടെ ഉണ്ടായിരുന്നു, പക്ഷേ ഏത് വരുമെന്ന് എനിക്കറിയില്ല. ഫ്ലവേഴ്സിൻ്റെ തന്നെ വേണമെന്നായിരുന്നു എനിക്ക്. നല്ല രസമാണ് ഫ്ലവേഴ്സിൻ്റെ. നമുക്ക് ഫ്ലവേഴ്സ് നോക്കാം. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, കാർബോർഡ് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഇത്രയും ഡെയിലി 10 പീസാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്ന് ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3 സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓരോന്നൊന്ന് നോക്കാം. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഓരോന്നൊക്കെ മാറ്റി വെക്കാം കണ്ടതിന് ശേഷം. ഓരോന്നും ഫ്ലവേഴ്സാണ് കേട്ടോ. 10 പീസാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് നടുക്കുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഒരു റോസ് ഉണ്ട്, ഒരു വയലറ്റ് റോസ്, ഒരു വയലറ്റ് കളർ ഒരു റോസ്. അപ്പം അടുത്തത് നമുക്ക് 10 പീസ് തന്നുകൊണ്ട് ലാസ്റ്റത്താണത്. ഇതും എനിക്കിഷ്ടമാണ്, അടിപൊളിയാണ്. പിന്നെ ഇതും ഇഷ്ടമാണ്, താഴത്തെ ഇഷ്ടമാണ്, വയലറ്റൊക്കെ അടിപൊളിയാണ്. അപ്പം ഇത് ഇത്രയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വെക്കുന്നതിന് വീണ്ടും അടുത്ത് പറിക്കുക. നല്ല ക്യൂട്ടാണ്. ഇപ്പം എല്ലാം അടിപൊളി. നമുക്ക് അടുത്തെടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിത് കാണുന്നത് മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ മീഷോയിൽ കയറിയിട്ട് നല്ല ക്യൂട്ട് ടിപ്സ്, ഇതൊക്കെ നമുക്ക് ക്യൂട്ട് ടിപ്സിൽ കിട്ടും. നമ്മൾ ആദ്യമേ കണ്ടിത് തന്നെ ക്യൂട്ട് ടിപ്സ് ഇഷ്ടമുള്ള നമുക്ക് തരുന്നത്. അത് 10 പീസിൻ്റെയാണ്. നമ്മൾ 100 സംതിങ് അങ്ങാണ്ടാണ് നമ്മൾ ഓരോന്നും വാങ്ങിയത്. ഒരെണ്ണത്തിന് മാത്രമേ 2-3 എണ്ണത്തിന് മാത്രം 200 സംതിങ് ആയിട്ടേ ഉള്ളൂ. 3 എണ്ണത്തിന് നമ്മൾ ഈ ഒരു കുഞ്ഞാണ് നമുക്ക് തുറക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ പകുതി കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി തരാം. സോ ഗൈസ്, അപ്പം ഞാനിത് തുറന്ന് ഓപ്പണാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണാം. തുറന്ന് നോക്കാമേ, ഒന്നുമില്ല ഗൈസ്. കാർബോർഡ്. ഗൈസ്, മറ്റേ LED കീ ചെയിനാണ്. കോബ് റീചാർജബിൾ കീ ചെയിൻ ലൈറ്റ്. എനിക്കിത് ഭയങ്കര ഫേവറേറ്റാണ്. ധോണി ലൈറ്റ് എന്നൊക്കെ വിളിക്കും. ഇതിനകത്ത് ഫസ്റ്റ് മൈക്രോ USB ചാർജിങ് ഉണ്ട്. മീൻസ് ചാർജ് ചെയ്യാനുള്ള ഇത് നോക്കാം. പിന്നെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാനും പറ്റും ഇതിനകത്തുനിന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് മിനി സൈസിലായിട്ട് അവൈലബിൾ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പുറത്തുണ്ടത് സ്ട്രോങ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ മറ്റേ കീച്ചനായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സംഭവം. പിന്നെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ്. ഇത് ഫ്ലാഷ് ലൈറ്റിനെ ഇച്ചിരി കൂടെ പവർഫുൾ ആണെന്നാണ് പറയുന്നത്. ഇതിന് 3 മോഡ്സ് ലൈറ്റ് മോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നലൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇത് ചാർജറാണ് സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കുത്തിയിട്ട് സാറിന് കുത്തിയിടാൻ പറ്റും. നമുക്കത് റീചാർജ് നോക്കാം. സെക്കൻഡ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തവർക്ക് കൊടുത്തിട്ടുണ്ട്. ഭാഷ എന്ന് പറയുന്നത് എനിക്കറിയില്ല. തിരിച്ച് ഇംഗ്ലീഷുണ്ട്. അടിപൊളിയായിട്ട് മാഗ്നറ്റൊക്കെ അടിപൊളിയെന്നാണ് പറയുന്നത്. അതാകുമ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതൊരു മിനി സൈസാണ്. പിന്നെ ഇത് നമുക്ക് അടപ്പ് തുറക്കാം. പിന്നെ ഇത് റീചാർജബിൾ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വര കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാം. മിനി സൈസാണ്. പിന്നെ ഇതിനകത്ത് സ്ട്രോങ് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാരണം പുറകിലൊക്കെ വെച്ച് നമുക്ക് അത്ര പവർഫുൾ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നല്ലോണം പോവുകയൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു
എന്തായിരുന്നു ഫ്ലൂട്ട് ലൈറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. തുറന്ന് നോക്കാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് ലൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഓർമ്മയില്ല. ഇതാണ് കേട്ടോ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പം ഇതിനകത്ത് തന്നെ അവർ പറഞ്ഞ തന്നെ സംഭവം ഉണ്ട്. നമുക്ക് ആ ഒരു പറഞ്ഞൊന്നുമില്ല. പിന്നെ ഇതാണ്ട് ഇതിനകത്ത് വന്നാൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് ഇതിൽ പുറകിലുണ്ട്. പക്ഷെ നമ്മൾ ഒന്നുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. പിന്നെ കണ്ടോ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ എന്താ പറയുക അടിപൊളിയായിട്ട് നമ്മുടെ മാഗ്നറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. എന്നാലും ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. മീൻസ് ഇത് കണ്ടോ ഇത് കത്തുന്നു കണ്ടോ ഇത് ഒട്ടിയിരിക്കുന്നുണ്ടോ. അങ്ങനെ മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഉണ്ട് കണ്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും എന്നാണ് അവർ പറയുന്നത്. വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കണ്ടല്ലോ. ലൈറ്റിൻ്റെ എങ്ങനെയാണ് നമുക്ക് നോക്കാം കണ്ടോ. ഇത് ഇപ്പം കാണിച്ചു തരാം. നമുക്ക് കാണാം. ഇത് ലൈറ്റ് ഓണാക്കി വെക്കാം. ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ഹെൽപ്പ് ചെയ്യും. കണ്ടോ ഫുള്ളി റൂമിൽ ഫുള്ളൊരു ലൈറ്റ് ഇട്ട വെട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ക്യാമറയുടെ പ്രശ്നമാണ്. പിന്നെ അടുത്ത മോഡ് വന്നിട്ട് ഈ ഒരു മോഡാണ്. അത്യാവശ്യം കുഴപ്പമില്ല ഒരു ലൈറ്റ് മോഡായിട്ട്. പിന്നെ വന്നിട്ട് നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മോഡുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ മിന്നി കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വാങ്ങാവുന്നതാണ്. വിശ്വസിച്ച് വാട്ടർ പ്രൂഫും കിട്ടും ഇതിനകത്ത് തന്നെ. ഇത് ഇത്രയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. സംഭവം വന്നിട്ട് ഇന്ന് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും വരയ്ക്കാൻ പറ്റൂലല്ലോ. നമ്മളെന്തായാലും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നാളെയോ കുറച്ച് ദിവസം നമുക്ക് വീണ്ടും കൊറിയർ വരും. ഇനി 3 കൊറിയറും കൂടെ വരാനുണ്ട്. ഒരെണ്ണം പിന്നെ രണ്ടാമത് പിന്നെ മൂന്നാം. നമ്മളതൊന്നും പറയുന്നില്ല ഇപ്പോൾ. അപ്പോൾ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡേ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്തില്ലേ, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഒട്ടും വയ്യായിരുന്നു തോന്നുന്നു. കുറച്ച് വീഡിയോസിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഉണ്ടാവും. ടാറ്റാ.